പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലെൻഡിങ് മെറ്റീരിയൽസായ ബ്രഷും സ്റ്റാമ്പും എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നും എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്നും പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതിൻ്റെ ക്ലീനിങ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി തന്നെ നോക്കിയിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്തിനാണ് ബ്രഷും സ്റ്റാമ്പും ഉപയോഗിക്കേണ്ടതെന്നും എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബ്ലെൻഡിങ് എന്ന് പറയുമ്പോൾ ചാർക്കോളിലും ഗ്രാഫൈറ്റിലും രണ്ട് മെത്തേഡ്സാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചാർക്കോൾ പെൻസിലും ഗ്രാഫൈറ്റ് പെൻസിലും ഉപയോഗിക്കുന്നു. അതുപോലെ ബ്ലെൻഡിങ്ങിനായിട്ട് ബ്രഷും സ്റ്റാമ്പും ഉപയോഗിക്കുന്നു. അതുപോലെ ചാർക്കോളിൻ്റെ കൂടെ ചാർക്കോൾ പൗഡറും നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഇത്രയും മെറ്റീരിയൽസാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡ്രോയിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ സ്ഥിരമായി വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ബുക്ക് തന്നെയാണ് ഇപ്പോഴും വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഇതൊരു ചാർട്ട് പേപ്പർ പോലത്തെ ഒരു പേപ്പറാണ്. ഒരു സൈഡ് റഫും ഒരു സൈഡ് സ്മൂത്തും. ഇതിൽ റഫായിട്ടുള്ള സൈഡാണ് എല്ലാ വർക്കുകളും ചെയ്യാനായി സെലക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ നോക്കിയിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഗ്രാഫൈറ്റിലും ചാർക്കോളിലും രണ്ട് തരത്തിലുള്ള ബ്ലെൻഡിങ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ രണ്ട് ബോക്സസ് വരയ്ക്കുകയാണ്. ഒന്നിൽ ചാർക്കോളും ഒന്നിൽ ഗ്രാഫൈറ്റുമാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ടുള്ള ഷെയ്ഡിങ്ങും ഡ്രോയിങ്ങും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ടുള്ള ഷെയ്ഡിങ്ങും ബ്ലെൻഡിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ഒരു ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ടുള്ള ഷെയ്ഡിങ്ങും ബ്ലെൻഡിങ്ങും ഇമ്പ്രൂവ് ആകുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ചാർക്കോളിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ടുള്ള ഡ്രോയിങ്ങിലായിരിക്കണം. അതിനുശേഷം നമുക്ക് ചാർക്കോളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. പെൻസിൽ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി തന്നെ നോക്കിയിട്ടുണ്ട്. എന്നാലും പറയുകയാണ്, വരയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കുള്ള ലൈൻസ് മാത്രം ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് 8BM HBM ആണ് ഉപയോഗിക്കുന്നത്. പാരലായിട്ടുള്ള ലൈൻസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു 8B ഉപയോഗിച്ച് തന്നെ ലൈറ്റായിട്ടുള്ളതും ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്സും ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെൻസിൽ ബാലൻസിങ്ങും പെൻസിലിൻ്റെ പ്രഷറുമാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പെൻസിൽ കൊടുക്കുന്ന പ്രഷർ അനുസരിച്ചായിരിക്കും പെൻസിലിൻ്റെ ഡാർക്ക്നെസ് കിട്ടുന്നത്. അത് HB ആണെങ്കിലും ശരി 8B ആണെങ്കിലും ശരി. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു 8B ഷാർപ്പ് ചെയ്ത് തന്നെ ഉപയോഗിക്കാം. അത് നമുക്ക് ടോപ്പിൽ ഡാർക്ക് വരുന്ന രീതിക്കും താഴേക്ക് ഗ്രാജുവലായിട്ട് ലൈറ്റായിട്ട് വരുന്ന രീതിക്കുമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ആദ്യമേ തന്നെ ഡാർക്ക് വേണമെന്ന് കരുതി ഓവറായിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് വരയ്ക്കരുത്. മീഡിയം പ്രസ്സിങ്ങിൽ മാത്രം വരയ്ക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട ഡാർക്ക് ഓരോ ലെയർ ബൈ ലെയറായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാ വീഡിയോയിലും നമ്മൾ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും ഇതുപോലെ തന്നെ ചെയ്യാൻ സാധിച്ചൊന്നും വരില്ല. ചിലപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാം. അപ്പോൾ അത് ഒഴിവാക്കുക എന്നതാണ് നമ്മുടെ ബ്ലെൻഡിങ് മെറ്റീരിയൽ കൊണ്ടുള്ള ഉപയോഗം. അതായത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു ഷെയ്ഡിങ്ങിൽ ഇടയ്ക്ക് ഒരു ചെറിയ ഡാർക്ക് ഷെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം, നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഡാർക്ക് ഏരിയയിൽ ഓവർ ഡാർക്കായിട്ടൊരു ലൈൻ വരികയോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഏരിയയിൽ ഓവർ ഡാർക്കായിട്ടൊരു ലൈൻ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ബ്ലെൻഡിങ് മെറ്റീരിയലിൻ്റെ മെയിൻ യൂസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പേപ്പറിൻ്റെ റഫ്നെസ് അനുസരിച്ച് നമ്മുടെ ബ്ലെൻഡിങ് മെറ്റീരിയൽസ് ഉപയോഗിക്കാം. ഇപ്പോൾ നോക്കുക, വളരെ റഫായിട്ടാണ് നമ്മുടെ പേപ്പർ ഇരിക്കുന്നതും നമ്മുടെ ആ ഒരു ഷെയ്ഡ്സ് എല്ലാം റഫ് ഷെയ്ഡിങ്ങുമാണ്. നമുക്കതിനെ വളരെ സ്മൂത്താക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഷും സ്റ്റാമ്പും ഉപയോഗിക്കേണ്ടത്. രണ്ടിനും രണ്ട് ഉപയോഗവുമാണ് വരുന്നത്. ഞാനതും ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്ലെൻഡിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോയിൽ. ഇപ്പോൾ ബ്രിസിൽസാണ് നമ്മുടെ ബ്രഷിൽ വരുന്നത്. അപ്പോൾ ഓരോ ബ്രിസിൽസും ഓരോ ഗ്യാപ്പ്, ഓരോരോ ചെറിയ കുഴിവുകൾ, പേപ്പറിൽ ഓരോരോ ചെറിയ കുഴിവുകളും ഫില്ലാക്കാനായിട്ട് ബ്രഷസ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പക്ഷേ സ്റ്റമ്പിലേക്ക് വരുമ്പോൾ ഇത്രയേറെ സ്മൂത്തായിട്ടുള്ള ഒരു ഷെയ്ഡിങ് കിട്ടില്ല. എന്നാൽ വലിയൊരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റമ്പ് ഉപയോഗിക്കാം. പെൻസിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ ആ ഒരു ഷെയ്ഡിങ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോഴത്തെ സെൻറ്ററിലേക്ക് നോക്കുക, മുകൾ ഭാഗത്തായിട്ട് ഒരു ഡാർക്ക് ലൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതിനെ ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ക്രോസ് ഷെയ്ഡിങ് ഉപയോഗിക്കാം. പക്ഷേ ക്രോസ് ഷെയ്ഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്തതിനേക്കാട്ടിലും വളരെ ലോ പ്രഷറിൽ മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിലാണ് നമ്മുടെ ഈ ഒരു ബ്രഷും സ്റ്റാമ്പും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ ഈ ഒരു ഷെയ്ഡ് റഫാണെങ്കിൽ ആദ്യം ഉപയോഗിക്കേണ്ടത് ബ്രഷാണ്. അതിനുശേഷമാണ് സ്റ്റാമ്പ് ഉപയോഗിക്കേണ്ടത്. ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പേപ്പറിൻ്റെ ഓരോ ഗ്രെയിൻസും, അതായത് ഓരോ കുഴിവുകളും നമുക്ക് ഗ്രാഫൈറ്റ് ഉപയോഗിച്ച് ഫുൾ ഫില്ല് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അത് വളരെ സ്മൂത്തായിട്ടും കിട്ടും. എന്നാൽ സ്റ്റമ്പ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ കുഴിവുകളിലേക്കും നമുക്ക് ഗ്രാഫൈറ്റ് എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒരു വലിയ ഏരിയ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റമ്പ് ഉപയോഗിക്കാം. നമ്മൾ ആദ്യമേ തന്നെ ക്രോസ് ഷെയ്ഡ് ചെയ്യാതെ ഇപ്പോൾ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആ ഒരു ഓവർ ഡാർക്ക് വന്ന ഏരിയയും നമ്മുടെ ആ ഒരു ആക്ച്വൽ ഡാർക്ക് ഏരിയയും തമ്മിൽ മിക്സായി
ഒരു ഏകദേശ ഡാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാത്രം പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്താൽ മതി. അതും ഇപ്പോൾ ചെയ്യേണ്ടതില്ല, നന്നായിട്ട് ഈ ഒരു ഷെയ്ഡിങ്ങിനെ ബ്ലെൻഡ് ആക്കിയതിന് ശേഷം മാത്രമാണ്. പക്ഷേ അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഡാർക്ക് ഏരിയയാണ് ആദ്യം ബ്ലെൻഡ് ചെയ്തത്. ഇങ്ങനെ ഡാർക്ക് ഏരിയ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രഷിൽ ഒരുപാട് ഗ്രാഫൈറ്റ് വരാൻ സാധ്യതയുണ്ട്. ഈ ഗ്രാഫൈറ്റ് നമ്മൾ ക്ലീൻ ചെയ്യാതെ ലൈറ്റ് ഏരിയയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവിടെയും ഡാർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ കാണിക്കുന്നത് പോലെ വൈറ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയിൽ റബ്ബ് ചെയ്യുക, അതിനുശേഷം ലൈറ്റ് ഏരിയയിലേക്ക് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ബ്രഷ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ഡാർക്കിനെയും ലൈറ്റിനെയും തമ്മിൽ ബ്ലെൻഡ് ചെയ്ത് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ബ്രഷ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് സ്റ്റമ്പിലും വരുന്നത്, പക്ഷേ ഉപയോഗിക്കേണ്ട സാഹചര്യം പേപ്പർ അനുസരിച്ച് കൂടിയാണെന്ന് മാത്രം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ക്രോസ് ഷെയ്ഡ് യൂസ് ചെയ്യാമെന്ന്. പക്ഷേ ക്രോസ് ഷെയ്ഡ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത അതേ പ്രഷറിൽ തന്നെ ആയിരിക്കണം രണ്ടാമത് ക്രോസ് ചെയ്ത് വരയ്ക്കുമ്പോഴും അപ്ലൈ ചെയ്യേണ്ടത്. അതിന് ഡാർക്ക് പെൻസിൽ വേണമെങ്കിൽ ഡാർക്ക് പെൻസിൽ തന്നെ ഉപയോഗിക്കാം, ലൈറ്റ് പെൻസിലാണെങ്കിൽ ലൈറ്റ് പെൻസിൽ തന്നെ ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ ക്രോസ് ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം മാത്രം, രണ്ട് സൈഡിലേക്കും വരയ്ക്കുന്ന ലൈൻസിന് ഒരേ പ്രഷറായിരിക്കണം കൊടുക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്കത് കഴിയുന്നില്ലെങ്കിൽ വീണ്ടും നമുക്കൊരു മെത്തേഡ് കൂടെയുണ്ട്. അതായത് നമ്മളിപ്പോൾ ബ്ലെൻഡ് ചെയ്ത് നിർത്തിയ ഏരിയയിലെ ഡാർക്ക് ഏരിയയ്ക്കകത്ത് ചില വൈറ്റ് ഗ്യാപ്പുകൾ വരുന്നുണ്ട്. ആ വൈറ്റ് ഗ്യാപ്പും ഡാർക്ക് ഗ്യാപ്പും തമ്മിൽ മിക്സാകാൻ വേണ്ടിയിട്ട് അവിടെ മാത്രം നമ്മുടെ സ്റ്റെമ്പിൻ്റെ ഷാർപ്പായിട്ടുള്ള എൻഡ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുക. ആ ഒരു എൻഡ് താഴേക്ക് കൊണ്ടുവരരുത്, കാരണം അവിടെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആയിരിക്കും വരുന്നത്. നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തതുപോലെ ക്ലീൻ ചെയ്യുക, എന്നിട്ട് താഴേക്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ലൈറ്റ് ഏരിയയിലാണ് ബ്ലെൻഡ് ചെയ്യേണ്ടതെങ്കിൽ ഓവറായിട്ട് പ്രസ് ചെയ്യാതെ ലൈറ്റായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലാറ്റായിട്ടാണ് നമ്മുടെ സ്റ്റമ്പ് ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ റൈറ്റിംഗ് മോഡ് പോലെയാണ് ഉപയോഗിച്ചത്, ഇപ്പോൾ നമ്മൾ റൈറ്റിംഗ് മോഡ് മാറ്റിയിട്ട് ഫ്ലാറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതും ലൈറ്റ് പ്രസ്സിങ്ങിലാണ്. അത് നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ഏരിയയിലും ഉപയോഗിക്കാം. ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രം, ഡാർക്ക് ഏരിയയിൽ ഉപയോഗിച്ചതിന് ശേഷം അത് ത്രൂവായിട്ട് ഓവർ പ്രസ്സിങ്ങിൽ ലൈറ്റ് ഏരിയയിലേക്ക് കൊണ്ടുവരരുത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ ആ ഒരു സ്റ്റമ്പ് കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഡാർക്ക് ഏരിയസ് എല്ലാം തന്നെ ഫില്ലായി ലൈറ്റായി ഒരേ രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്, ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വരുന്ന രീതിക്ക്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പിക്ചർ ഫിനിഷ് ആകും. എന്നാലും ഏതെങ്കിലും ഏരിയയിൽ വൈറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് പോലെയോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് മാത്രമേ ചെയ്യാവൂ, ഓവർ ഡാർക്ക് വരാതെ തന്നെ ശ്രദ്ധിക്കുക. അതിനുശേഷം അതിനെ നന്നായിട്ട് സ്മൂത്തായിട്ട് ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുക. ഗ്രെയിൻസ് കൂടിയ പേപ്പർ ആണെങ്കിലാണ് ബ്രഷ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ സ്റ്റമ്പ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നവർക്കും ഷെയ്ഡ് ചെയ്യുന്നവർക്കും ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് നന്നായിട്ട് തന്നെ ഒരു ചിത്രത്തെ ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കാനായി സാധിക്കും. എന്നാൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് വരയ്ക്കാൻ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷനാണ് ചാർക്കോൾ ഉപയോഗിക്കുക. ചാർക്കോൾ പെൻസിലിൻ്റെയും ചാർക്കോൾ പൗഡറിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി തന്നെ നമ്മൾ നോക്കിയിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്. അതിനുശേഷം ഈ വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. നമ്മളിവിടെ ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് ആദ്യമേ ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച് നേരത്തെ നോർമൽ പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തതുപോലത്തെ ലൈൻസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് താഴേക്ക് വരുത്തോറും നമ്മൾ പ്രസ്സിങ് കൺട്രോൾ ചെയ്ത് കുറച്ചാണ് കൊണ്ടുവരേണ്ടത്. ഏറ്റവും താഴെ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നില്ല, കാരണം അവിടേക്ക് നമുക്ക് പെൻസിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമില്ല. ചാർക്കോൾ പൗഡർ കൊണ്ട് നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വരച്ച ആ ലൈൻസിനെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷസ് മാത്രമേ ഉപയോഗിക്കാവൂ. സ്റ്റമ്പ് യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. സ്റ്റമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ പേപ്പറിന് ഡാമേജ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു ലൈൻസിനെ സ്മൂത്ത് ആക്കുകയില്ല. ആദ്യത്തെ ഒരു ബ്ലെൻഡിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ചിത്രത്തിൻ്റെ റഫ്നെസ് ഒട്ടും തന്നെ മാറിയെന്ന് വരില്ല. അത് മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചാർക്കോൾ പൗഡർ. ചാർക്കോൾ പൗഡർ എടുത്തതിന് ശേഷം അതിൻ്റെ ഓരോരോ കോർണറിലായിട്ട് കുറച്ച് പൗഡർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിച്ച അതേ ബ്രഷ് ഉപയോഗിച്ച് തന്നെ ആദ്യം അല്പം സോഫ്റ്റായിട്ട് എല്ലാ ഏരിയയിലേക്കും സ്പ്രെഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുക. അപ്പോഴത്തേക്കും പൗഡർ അവിടെ ഒരുപാട് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ബ്രീത്ത് കൂടെ കൺട്രോൾ ചെയ്തായിരിക്കണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. കാരണം ചെറിയ കാറ്റ് പോലും നമ്മുടെ ആ ഒരു പൗഡറിനെ സ്പ്രെഡാക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം എല്ലാ ഏരിയയിലേക്കും നമ്മുടെ ആ ഒരു പൗഡറിനെ സ്പ്രെഡാക്കി ബ്ലെൻഡാക്കിയതിന് ശേഷം ബാലൻസ് ഉള്ള പൗഡറിനെ നന്നായിട്ട് ഊതിക്കളയുകയോ അല്ലെങ്കിൽ ചരിച്ച് വച്ചിട്ട് തട്ടിക്കളയുകയോ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക.
ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഡാർക്ക് കൂടുതലാണെങ്കിൽ ആ ഡാർക്ക്നെസ് കൊണ്ട് ലൈറ്റായിട്ടുള്ള ഏരിയയിലേക്ക് ബ്ലെൻഡ് ചെയ്യരുത്. അതിനെ ഇപ്പോൾ കാണിക്കുന്നത് പോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം താഴേക്ക് ഉപയോഗിക്കുക. അങ്ങനെ നമ്മുടെ ആ ഒരു പേപ്പറിൻ്റെ എല്ലാ ഏരിയയിലേക്കും ക്ലിയറായിട്ട് ആ ഒരു പൗഡറിനെ നന്നായിട്ട് ബ്ലെൻഡാക്കി എടുക്കുക. കാരണം പലരും ചാർക്കോൾ ചെയ്യാൻ മടിക്കുന്നത് നമ്മൾ വരച്ച് കഴിയുമ്പോൾ അതിലെ പൗഡർ ഒരുപാട് ഏരിയയിലേക്ക് സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട്. അത് സ്പ്രെഡ് ആകുന്നുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അതിലെ വേസ്റ്റായിട്ടുള്ള പൗഡറിനെ ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ് പൗഡർ ഇങ്ങനെ സ്പ്രെഡ് ആകുന്നത്. നന്നായി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ടാത്ത പൗഡറെല്ലാം പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ രീതിയിലും ഇത് സ്പ്രെഡ് ആവുകയില്ല. പെൻസിൽ ഷെയ്ഡിങ് പോലെ തന്നെ നമുക്ക് ചാർക്കോളും ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ പെൻസിൽ ഷെയ്ഡിങ്ങിൽ ചെയ്തതുപോലെ ഈ ഒരു ചാർക്കോൾ ഷെയ്ഡിങ്ങിൽ ഡാർക്ക് ഏരിയ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഒരു ഡാർക്ക് ഏരിയ ഈ ഒരു ചാർക്കോൾ ഷെയ്ഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഇപ്പോൾ ലൈറ്റ് ഏരിയയിൽ ചാർക്കോൾ പൗഡർ ഡയറക്റ്റായിട്ട് തന്നെ ഉപയോഗിച്ച് ചെറിയൊരു ഡാർക്ക് ഏരിയ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ക്ലീനിങ് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ആ ഡസ്റ്റിനെ ക്ലീൻ ചെയ്യുക. അതിനുശേഷം എറേസർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് എറേസ് ചെയ്യുക. റബ്ബ് ചെയ്ത് എറേസ് ചെയ്യരുത്. അതിനുശേഷം നമ്മുടെ സ്റ്റമ്പ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചെറുതായി റബ്ബ് ചെയ്ത് ഉപയോഗിക്കുക. ഇവിടെയാണ് നമ്മുടെ സ്റ്റമ്പിൻ്റെ യൂസ് വരുന്നത്. നമ്മൾ സ്റ്റമ്പ് ഡാർക്കായിട്ടുള്ള ഏരിയയിൽ ഡയറക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ സ്റ്റമ്പിലേക്ക് ആ ചാർക്കോൾ പൗഡർ അബ്സോർവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഡാർക്ക് ഷെയ്ഡിനെ ലൈറ്റാക്കുകയാണ് സ്റ്റമ്പ് ചെയ്യുന്നത്. ഈ ഒരു രീതി റിപ്പീറ്റ് ചെയ്ത് എറേസറും സ്റ്റമ്പും വച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഡാർക്കിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ചാർക്കോൾ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സ്റ്റമ്പിന് പ്രധാനമായും ഈ ഒരു റോളാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല ഡാർക്കുള്ള ഏരിയയും ലൈറ്റുള്ള ഏരിയയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റമ്പ് ഉപയോഗിക്കാം. ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക, ഒട്ടും തന്നെ പ്രസ് ചെയ്ത് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും ക്ലീനായിട്ടുള്ള സൈഡ് മാത്രം ഉപയോഗിച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്ത ഗ്രാഫൈറ്റ് ഷെയ്ഡിങ്ങും ചാർക്കോൾ ഷെയ്ഡിങ്ങും വെച്ച് നോക്കുമ്പോൾ ചാർക്കോളിൻ്റെ താഴ്ഭാഗത്ത് ഡാർക്ക് അല്പം കുറവാണ്. അതിനായിട്ട് നമുക്കിനി അടുത്ത് എക്സ്ട്രാ പൗഡറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബ്രഷ് മാത്രം ഉപയോഗിച്ച് വെർട്ടിക്കലായിട്ട് കുറച്ച് ഷെയ്ഡ്സ് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോഴത്തേക്കും നമുക്കതിനെ ബ്ലെൻഡാക്കി കിട്ടും. അഥവാ നമ്മുടെ ഈ ഒരു ഗ്രാഫൈറ്റ് ഷെയ്ഡിങ്ങിനെ ഇനി ലൈറ്റാക്കാനാണെങ്കിൽ നേരത്തെ പറഞ്ഞൊരു കാര്യം അവിടെ ചെയ്താൽ മതി. അതായത് എറേസർ ഉപയോഗിച്ച് ആദ്യം പ്രസ് ചെയ്ത് ആ ഒരു ഡാർക്ക്നെസ് കുറയ്ക്കുക. എന്നിട്ട് സ്റ്റമ്പിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഏരിയ മാത്രം ഉപയോഗിച്ച് അതിനെ ഒന്ന് ബ്ലെൻഡാക്കുക. അങ്ങനെ നമുക്ക് ഡാർക്ക്നെസ്സിനെ റിമൂവ് ചെയ്യാനായി സാധിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ആ ഒരു ചിത്രത്തെ പൂർണ്ണമാക്കി കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ടത് നമ്മുടെ ചിത്രത്തിൻ്റെ ചുറ്റുപാടുമുള്ള വേണ്ടാത്ത ലൈൻസ് എല്ലാം ക്ലിയറായിട്ടും ക്ലീനായിട്ടും എറേസ് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റുന്ന പിക്ചറാണെങ്കിൽ ഔട്ട്ലൈൻ കൂടി നന്നായിട്ട് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.